നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ഒരു വർഷക്കാലം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ചതയം നക്ഷത്രം വരുന്നത് കുംഭക്കൂറിലാണ്. ഇത് ശനി ക്ഷേത്രമാണ്. ഇവർക്ക് വർഷാരംഭത്തിൽ വ്യാഴം 6-ൽ ആയിരുന്നെങ്കിൽ ഒക്ടോബർ 31-ന് 7-ലേക്കും വീണ്ടും ജനുവരി 25-ന് 6-ലേക്കും അതിനുശേഷം ജൂൺ 26-ന് വീണ്ടും 7-ലേക്കും മാറുകയാണ്. ശനി 2-ാം ഭാവത്തിൽ ആണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ജൂൺ 3-ന് അത് 3-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. രാഹു 1-ാം ഭാവത്തിലും കേതു 7-ാം ഭാവത്തിലും ആണ്. രാഹു ഡിസംബർ 5-ന് 12-ാം ഭാവത്തിലേക്കും കേതു ഡിസംബർ 5-ന് 6-ാം ഭാവത്തിലേക്കും മാറി വരികയാണ്. ഇവർക്ക് 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 6.5 വർഷത്തോളമായി വളരെ അധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്നവരാണ് ചതയം നക്ഷത്രത്തിൽ. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു അവർ. ജോലി നഷ്ടപ്പെടുകയും ധനവിഘ്നം ഉണ്ടാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും കുടുംബത്തിൽ കലഹങ്ങളും മറ്റും ഉണ്ടാവുകയും വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കാതെ പോവുകയും പ്രണയിക്കുന്നവർക്ക് പ്രണയവിഘ്നം ഉണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് തടസ്സം നേരിടുകയും ഒക്കെ പലർക്കും വന്നു ചേർന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഇവയൊക്കെ മാറിക്കിട്ടുന്ന വർഷമാണ്. 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തിൽ ശനി വളരെ അധികം ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഈ വർഷം ഒരു മാറ്റം വരികയാണ്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി നേടുവാനും തൊഴിലിൽ പുരോഗതി ഉണ്ടാവാനും കർമ്മമേഖല പുഷ്ടിപ്പെടുവാനും തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും അനുകൂലമായ സാഹചര്യം വന്നു ചേരുവാനും അനുകൂലമായ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് നേടിയെടുക്കുവാനും മാത്രമല്ല ജോലിയിൽ വരുമാനം വർദ്ധിപ്പിക്കുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ പങ്കാളികൾ സംരംഭവുമായി ഒത്തുചേർന്ന് വരുവാനും അതുവഴി ലാഭമുണ്ടാക്കുവാനും നേട്ടം കൈവരിക്കുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഈ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. ധനപരമായിട്ടും വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം ഇവർക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി വരുന്നതാണ്. അതിനു മുമ്പ് തന്നെ ധനപുരോഗതി കണ്ടുവരുന്നതാണ്. സാമ്പത്തിക സഹായം ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുവാനും വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ ലഭിക്കുവാനും കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും എല്ലാം ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ധനവരുമാനം കൂടുന്നതിനാൽ നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. വസ്ത്രലാഭം ഉണ്ടാകുവാനും വീട്ടിലേക്ക് ആവശ്യമുള്ള പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും കൂടാതെ ആഭരണങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ വാങ്ങുവാനും ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകുന്നതും സുഹൃത്തുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ്.
ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പലരിലും ഉണ്ടായിരുന്നെങ്കിലും അവയൊക്കെ മാറി വരുന്നതും ആരോഗ്യം മെച്ചപ്പെടുന്നതുമായ ഒരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം വളരെ അധികം ആരോഗ്യ പുരോഗതി ഇവർക്ക് കൈവരിക്കുവാൻ കഴിയുന്നതാണ്. വീട്ടിൽ പ്രായമായവർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതും ആണ്. ജൂണിന് ശേഷം ഇവർക്ക് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതും ഒരു പുതുജീവിതം കൈവരുന്നതും ആയിരിക്കും. കുടുംബപരമായി പറയുകയാണെങ്കിൽ കുടുംബത്തിൽ ഐക്യമുണ്ടാകുവാനും വിട്ടുവീഴ്ച മനോഭാവം പ്രകടിപ്പിക്കുവാനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ കുടുംബത്തിൽ വന്നു ചേരുവാനും പറ്റുന്ന സാഹചര്യമാണ് വരുവാൻ പോകുന്നത്. കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ, ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതി നേടുവാൻ പറ്റുന്ന സമയമാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും. മത്സര പരീക്ഷയിൽ മികച്ച വിജയം നേടുവാനും അവസരങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക്, ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയിരുന്നവർക്ക്, പ്രത്യേകിച്ചും 7.5 ശനിയുടെ ഒരു കാലത്തിൻ്റെ അവസാന ഭാഗം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി വിവാഹത്തിൽ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും വിവാഹത്തിൽ തീരുമാനം ഉണ്ടാവുന്നതും അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതും ആണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സന്താന ലബ്ധി ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ്. പ്രണയിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ 31 ശേഷം ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുകയാണ്. പരസ്പരം വിശ്വാസത്തോടെയും ഐക്യത്തോടെയും പ്രണയിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. കായിക രംഗത്ത് ഉള്ളവർക്കും വളരെ പ്രയോജനകരമായ വർഷമാണ്. അംഗീകാരവും പദവിയും കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും ജൂൺ മാസത്തിന് ശേഷം വളരെ ഗുണകരമായ ഒരു സമയമാണ് വന്നു ചേരുവാനുള്ളത്. എന്നാൽ വാഹനയാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിലോ രാത്രിയിലോ യാത്ര ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതുതായി വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം അത് സാധിച്ചു കിട്ടുന്ന ഒരു വർഷം കൂടിയാണ്. വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന വർഷം കൂടിയാണ്. ഇവർക്ക് ഈ വർഷം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ദോഷത്തിന് പരിഹാരമായി ഈശ്വരാരാധന വർദ്ധിപ്പിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഗുണകരമായിരിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുക. ശനീശ്വര പ്രീതി നടത്തുന്നതിന് ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, വഴിപാട് ചെയ്യുക. വിഷ്ണു സഹസ്രനാമവും ഹനുമാൻ ചാലീസയും ജപിക്കുക. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും.